ഈ സീസണിൽ ഇതുവരെ 8 ലക്ഷത്തിലധികം പേർക്ക് സൗജന്യ ഭക്ഷണമൊരുക്കി ശബരിമല സന്നിധാനത്തെ ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപം. ശബരിമലയിലെത്തിയ ഭക്തരിൽ നിന്ന് അന്നദാനത്തിന് ഇതുവരെ ലഭിച്ച സംഭാവന ചൊവ്വാഴ്ച വരെ 1,97,00,000 ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഒ ബിജു പറഞ്ഞു. ഇക്കുറി ഡിസംബർ 21 മുതൽ കേരളീയ സദ്യയും ഉൾപ്പെടുത്തി അന്നദാനത്തിന്റെ രുചിയേറ്റിയിട്ടുമുണ്ട്. ഒന്നടവിട്ട ദിവസങ്ങളിലാണ് സദ്യ. ശബരിമലയിലെത്തിയ ഭക്തരിൽ നിന്ന് അന്നദാനത്തിന് ബുധനാഴ്ച വരെ ലഭിച്ച സംഭാവന 1,97,00,000 രൂപയാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് 24,000-ലേറെ പേരാണ് അന്നദാന മണ്ഡപത്തിലെത്തിയത്. 2024 ഡിസംബർ 22 വരെയുള്ള കണക്കനുസരിച്ച് 7.07 ലക്ഷം ഭക്തർക്ക് അന്നദാനം ഒരുക്കിയിരുന്നു. ഇക്കുറി ഡിസംബർ 22 വരെ 7.25 ലക്ഷം ഭക്തർക്ക് അന്നദാനം ഒരുക്കി. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപം ആധുനിക രീതിയിൽ പണികഴിപ്പിച്ചിട്ടുള്ള അന്നദാന മണ്ഡപത്തിൽ 800 പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 11:30 വരെ പ്രഭാത ഭക്ഷണം, 12 മുതൽ 3:30 വരെ ഉച്ചഭക്ഷണം, വൈകിട്ട് 6:30 മുതൽ 11:30 വരെ അത്താഴം എന്നിങ്ങനെയാണ് ഭക്ഷണ സമയം. പ്രഭാത ഭക്ഷണമായി ഉപ്പുമാവ്, കടലക്കറി, ചുക്കുകാപ്പി, ഉച്ചഭക്ഷണമായി പുലാവ്, പരിപ്പുകറി, അച്ചാർ അല്ലെങ്കിൽ കേരളീയ സദ്യ, രാത്രി ഭക്ഷണമായി കഞ്ഞി, അസ്ത്രം, അച്ചാർ എന്നിവയുമാണ് നൽകുന്നത്. പരിപ്പ്, സാമ്പാർ, രസം അല്ലെങ്കിൽ മോര്, അവിയൽ, തോരൻ, അച്ചാർ, പപ്പടം, പായസം എന്നിവയാണ് സദ്യയിലെ വിഭവങ്ങൾ. ദിനംപ്രതി ശരാശരി 20,000 പേർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിനുമാണ് കൂടുതൽ പേരെത്തുന്നത്. ഉച്ചഭക്ഷണത്തിന് ശരാശരി 5,000 പേരുണ്ടാകും. ചൊവ്വാഴ്ച പ്രഭാത ഭക്ഷണത്തിന് 6,434 പേരും ഉച്ചഭക്ഷണത്തിന് 4,965 പേരും അത്താഴത്തിന് 7,808 പേരുമായി ആകെ 19,207 പേർ ഉണ്ടായിരുന്നു. നട തുറന്നതു മുതൽ എല്ലാ ദിവസവും ഇത്രയും പേർ എത്തുന്നുണ്ടെങ്കിലും സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കാൻ ദേവസ്വം ബോർഡും ജീവനക്കാരും നിഷ്കർഷത പുലർത്തുന്നുമുണ്ട്. ഓരോ നേരത്തെയും ഭക്ഷണത്തിന്റെ ഇടവേളകളിൽ ഊൺമേശ നീക്കിയ ശേഷം ഫ്ലോർ ക്ലീനർ യന്ത്രം ഉപയോഗിച്ചാണ് തറ വൃത്തിയാക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നവർ തന്നെ പാത്രം വൃത്തിയാക്കുന്നതിനു പുറമെ ഇലക്ട്രിക് ഡിഷ് വാഷർ ഉപയോഗിച്ച് പാത്രം കഴുകി വൃത്തി ഉറപ്പുവരുത്തും. 3 ഷിഫ്റ്റുകളിലായി 245 പേരാണ് ഭക്ഷണമൊരുക്കൽ, വിളമ്പൽ, ശുചിയാക്കൽ ജോലികൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.